വേണ്ട, അവിടെ എത്തി അവള് നിന്റെ പേരെങ്ങാനും വിളിച്ചു പറഞ്ഞാല് ആ നാട്ടുകാരെല്ലാരും കൂടി നിന്നെ പിടിച്ചു കെട്ടിക്കും. ആരും കാണുന്നത് പോലെ അല്ലടാ മോനെ, ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. നീ വരാൻ കാത്തു നിന്നാടാ. വൈകിയത് കാരണം അഡ്രസ് ഊഹിച്ചെടുത്ത് പരമശിവത്തെ കൊണ്ട് അവിടെ അച്ഛൻ വരാൻ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആർക്ക്? കൗണ്ടർക്കോ? എന്താടാ? ഒന്നുമില്ല. മച്ചമ്പി എങ്ങോട്ടാ? നാട് വിടുന്നതാ ബുദ്ധി. ഇനി ഞാൻ ഇതിനകത്തില്ല. അപ്പൊ തന്റെ കൃഷിയോ? എന്തോന്ന് കൃഷി? അതിലും വലിയൊരു വ്യക്തിത്വ മുളയ്ക്കുന്നതും കാത്തിരിക്കരുത് ബാക്കിയുള്ളവര്. എനിക്ക് വയ്യ, ഞാൻ പോണു. പോവാൻ വരട്ടെ. ഇത് നട്ടതാരാണെന്നൊന്ന് അറിഞ്ഞിട്ട് മതി മച്ചമ്പി നാട് വിടുന്നതൊക്കെ. ഓർമ്മയുണ്ടോ, ഒരു ഗുളിക വീണെന്നും പറഞ്ഞ് മച്ചമ്പി ഇരുട്ടത്ത് ഇതിനകത്തൊക്കെ തപ്പി നടന്നത് ഞാൻ കണ്ടതാ. നേരാ, ഞാൻ നടന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, മച്ചമ്പിയുടെ മക്കളും മച്ചമ്പിയും നടന്നിട്ടുണ്ട്. ഇരുട്ടത്ത് നടക്കുമ്പോ ലൈറ്റ് ഇട്ടതാരാ? മച്ചമ്പിയല്ലേ? മച്ചമ്പി എന്തിനാണ് ചോദിച്ചത്? അയ്യോ വേണ്ട, വേണ്ട, വിടാനാ പറഞ്ഞത്. അയ്യോ എന്റെ ഈശ്വരാ, എന്തൊക്കെയായി കാണിക്കുന്നത്? വിടാൻ. നേരാ, ഞാനും വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്ന് അറിഞ്ഞിട്ട് മതി ഇനിയത്തെ കളി. അത് ഞാനാണെന്നറിഞ്ഞാ നിങ്ങൾക്ക് എന്നെ വെട്ടിക്കൊല്ലാം. മറിച്ച് എന്റെ മക്കളോ മച്ചമ്പിയോ ആണെന്നറിഞ്ഞാൽ ഒരു കൊല ചെയ്യാൻ ഞാനും മടിക്കല. പോടാ പോ. നോക്കൂത്തി പോലെ നിൽക്കാതെ പോയി പറമ്പിലെ പണി നോക്ക്. ഇത് നുള്ളി എടുക്കാൻ എനിക്കറിയാം. ഇത് കാരണം നനച്ചു വളർത്തുന്ന കൃഷികളിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ കൊന്നുകളയും ഞാൻ എല്ലാത്തിനെയും.